അപ്പം നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് കഴിഞ്ഞ പാർട്ടി ചെയ്ത ലസ്റ്റ് സ്റ്റോറി എന്ന മൂവിയുടെ രണ്ടാമത്തെ കഥയാണ്. ഈ പാർട്ടി തന്നെ മൂന്നാമത്തെ കഥയും പറയുന്നതാണ്. അപ്പം നമുക്ക് ടൈം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. മൂവി തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ പടത്തിലെ ഹീറോയും ഹീറോയിനും തമ്മിൽ പരിപാടി ചെയ്യുന്നതായിട്ട് കാണിക്കും. കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഹീറോ കുളിക്കാനായി പോകും. ഹീറോയിൻ അവിടുത്തെ തറ തുടയ്ക്കുകയും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഹീറോ ഇതെല്ലാം കഴിഞ്ഞ് ജോലിക്ക് പോകുന്നതായി കാണിക്കും. അങ്ങനെ പിറ്റേ ദിവസം ഹീറോ അവൻ്റെ അച്ഛനെയും അമ്മയും വീട്ടിലേക്ക് കൊണ്ടുവരും. ഇവരെ കാണുമ്പം ഹീറോയിൻ അവരുടെ കാലിൽ വീണ് ആശീർവാദമൊക്കെ വാങ്ങും. കുറച്ച് കഴിയുമ്പം ഹീറോയുടെ അമ്മ അച്ഛനോട് ചോദിക്കും ഈ കൊണ്ടുവന്ന പലഹാരത്തിൽ നിന്ന് എത്ര എണ്ണം അവർക്ക് കൊടുക്കണമെന്ന്. ഇത് കേട്ട അച്ഛൻ ഒരെണ്ണം കൊടുത്താൽ മതിയെന്നും പറയും. ആദ്യ ടൈമിലാണ് നമുക്ക് പിടികിട്ടുന്നത് അത് ഹീറോയുടെ ഭാര്യയല്ല, ആ വീട്ടിലെ വേലക്കാരിയാണെന്നുള്ളത്. പക്ഷേ ഹീറോ ഡെയിലി വേലക്കാരിയുമായിട്ട് പരിപാടി ചെയ്യാറുമുണ്ട്. അങ്ങനെ അവൻ്റെ അമ്മ ആ പലഹാരം കൊണ്ട് ഹീറോയിന് കൊടുക്കും. ഹീറോയിൻ എന്നും രാവിലെ ഇവരുടെ വീട്ടിലേക്ക് വരും, പാത്രം കഴുകാനും തുണി അലക്കാനും പിന്നെ അവിടെയുള്ള എല്ലാ ജോലികളും ചെയ്യാനും. അങ്ങനെ ഇരിക്കലാണ് ഹീറോയെ പെണ്ണ് കാണാൻ വേണ്ടി, അല്ല ചെറുക്കൻ കാണാൻ വേണ്ടി, അതായത് ഹീറോയുടെ വീട്ടിലേക്ക് പെണ്ണും അവരുടെ ഫാമിലിയും ഒക്കെ വരുന്നത്. ഇവരാരാ എന്താ എന്നുള്ളതൊന്നും ഹീറോയിന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ പറയുന്നത് ഹീറോയിന് ഒളിഞ്ഞു കേൾക്കുകയും ചെയ്യും. ഹീറോയുടെ അച്ഛൻ പറയും ഇത് സിംഗിൾ ബെഡ്റൂം ഫ്ലാറ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ കാണില്ല, പെണ്ണും ചെറുക്കനും മാത്രമേ കാണത്തുള്ളൂ, ഞങ്ങൾ ഉടനെ എൻ്റെ നാട്ടിലേക്ക് പോകുമെന്ന്. ഹീറോയുടെ അമ്മ പറയും ഓ വന്നപ്പോൾ തൊട്ട് മിണ്ടി പറഞ്ഞൊക്കെ ഇരിക്കുമല്ലേ, ഞാൻ പോയി ചായ എടുക്കാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോയി വേലക്കാരിയോട് 6 ചായ ഇടാൻ പറയും. എന്നിട്ട് അവർക്ക് കഴിക്കാനും എന്തെങ്കിലും എടുക്കാനായി പറയും. അങ്ങനെ വേലക്കാരി എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ചായ ഇടും. ആ ടൈമിൽ ഹീറോ പെണ്ണുമായിട്ട് സംസാരിക്കാൻ വേണ്ടി പെണ്ണിനെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോകും. പിന്നെ ഹീറോയുടെ അച്ഛൻ അവനുമായിട്ട് എന്തൊക്കെയൊക്കെയോ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കും. അങ്ങനെ ഹീറോയും ചായയൊക്കെ റെഡിയാക്കി വന്നവർക്ക് കൊടുക്കും. ആ ടൈമിൽ ഹീറോയുടെ അച്ഛൻ പറയും അകത്ത് 2 പേരും കൂടിയുണ്ട്, അവർക്ക് കൊടുക്കാൻ. ഇത് കേട്ട ഹീറോയിൻ അങ്ങോട്ടേക്ക് വളരെ വിഷമത്തോടെ നടക്കും. അവരകത്ത് എന്താ പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടി ഹീറോയിൻ പുറത്ത് നിന്ന് ഒളിഞ്ഞു നോക്കും. ആ ടൈമിലാണ് ആ പെണ്ണ് കാണുന്നത്. ഹീറോ ഇവളെ അകത്തേക്കും വിളിക്കും. പക്ഷേ ഹീറോയ്ക്ക് ഹീറോയിൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. കാരണം അവന് ആ കുറ്റബോധം നല്ല പോലെ ഉണ്ടായിരുന്നു. ഹീറോ അവളോട് ചായ അവിടെ വെച്ചേക്കാൻ പറയും. ഹീറോയിനും അവിടെ വെച്ചിട്ട് പുറത്തേക്ക് പോകും. അവൾ അടുക്കളയിൽ പോയി വിഷമത്തോടെ എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കും. അങ്ങനെ വീട്ടിലേക്ക് വന്ന പെണ്ണും ഫാമിലിയും എല്ലാവരും അവിടുന്ന് പോകും. പോയതിനു ശേഷം അമ്മ ഹീറോയിനോട് വന്ന് പറയും ഓ അവൻ എങ്ങനെയൊക്കെ ഒരു കല്യാണം നടന്നു, ഇനി എല്ലാം നല്ലതുപോലെ നടക്കുമായിരിക്കും, ഞാൻ കുറച്ച് സ്വീറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, അത് നീ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം. അങ്ങനെ വേലക്കാരി അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കഴിക്കും. എന്നിട്ട് ഇത്രയും ഉള്ളു നമ്മുടെയൊക്കെ ലൈഫെന്ന് അവൾ ഓർക്കും. പണിയെല്ലാം കഴിഞ്ഞ് ഹീറോയിൻ പുറത്തേക്ക് ഇറങ്ങി ലിഫ്റ്റിന് വേണ്ടി കാത്തു നിൽക്കും. ആ ടൈമിലാണ് തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിൽ ഇതുപോലെ തന്നെ ജോലി ചെയ്യുന്നൊരു വേലക്കാരി വരുന്നത്. അവൾ പറയും എത്രയും പെട്ടെന്ന് ലിഫ്റ്റ് പിടിക്കണം, ഇല്ലെങ്കിൽ ഓണർ വീണ്ടും വിളിച്ച് എന്തെങ്കിലും പണി എനിക്ക് തരും. ഇന്നും ഇതുപോലെ തന്നെയാണ് നടക്കാറ്. പണിയെല്ലാം തീർന്ന് വീട്ടിൽ പോകാൻ നേരം വീണ്ടും ഓണർ വിളിച്ച് എന്തെങ്കിലും പണി തരുമെന്ന് അവൾ പറയും. അതോടൊപ്പം തന്നെ അവൾ ഒരു ഉടുപ്പെടുത്ത് കാണിച്ചിട്ട് പറയും ഇത് കണ്ടോ, ഇതെൻ്റെ ഓണർ എനിക്ക് തന്നതാണോ, കൊള്ളാമോ എന്ന്. ഇത് കണ്ട ഹീറോയിൻ പറയും ഷോൾഡറിൻ്റെ അവിടെ ചെറിയൊരു കീറലുണ്ടല്ലോ എന്ന്. അതൊന്നും ഒരു കുഴപ്പമില്ല, അത് ഞാൻ ഒരു ഷാള് വെച്ച് മാനേജ് ചെയ്തോളാമെന്ന് വേലക്കാരിയും പറയും. ഇത് കേട്ട ഹീറോയിൻ ഓർക്കും ഇതുപോലെ പണക്കാർ ഉപയോഗിച്ചതിന് ശേഷം കളയുന്ന വസ്തുക്കളായിട്ടാണ് നമ്മളെ കാണുന്നതെന്ന്. അങ്ങനെ അവർ വെയിറ്റ് ചെയ്ത് ലിഫ്റ്റ് വരും. 2 പേരും അതിലേക്ക് കയറുകയും ചെയ്യും. ഇതോടെ ഈ കഥയും ഇവിടെ തീരും. അപ്പം നമുക്ക് ഈ പടത്തിലെ അടുത്ത കഥ, അതായത് മൂന്നാമത്തെ കഥയിലേക്ക് പോകാം. ഇതിൽ ഓരോ കഥകളും ഡയറക്റ്റ് ചെയ്യുന്നതും പല ഡയറക്ടേഴ്സാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കഥകളിൽ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മറക്കാതെ കമൻറ്റ് ചെയ്യണം. അങ്ങനെ ഈ കഥ തുടങ്ങുമ്പോൾ തന്നെ 2 പേരെ കാണിക്കും, അതായത് ഹീറോയും ഹീറോയിനെയും കാണിക്കും. 2 പേരും ബീച്ചിലേക്കൊക്കെ പോയി ഇൻഡിമേറ്റ് ആയ ശേഷം കാര്യങ്ങളെല്ലാം നടത്തും. ആക്ച്വലി ഇതാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറോയിൻ്റെ ഭർത്താവിൻ്റെ ഫ്രണ്ടാണ്. ഹീറോയിനും ഭർത്താവും തമ്മിൽ അത്ര കണക്ഷനിലൊന്നുമല്ല, പുള്ളി ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹീറോയിൻ ഭർത്താവിൻ്റെ ഫ്രണ്ടുമായിട്ട് 3 വർഷമായിട്ട് റിലേഷനിലാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫ്രണ്ടിനൊരു കോള് വരുന്നത്. നോക്കുമ്പോഴോ അത് ഭർത്താവായിരുന്നു. ഫ്രണ്ട് കോൾ എടുത്തിട്ട് എന്താ പറ്റിയെന്ന് ചോദിക്കും. ഭർത്താവ് പറയും അവൾക്ക് വേറെ ഏതോ റിലേഷനുണ്ട്, ഞാൻ ഈ കഴിഞ്ഞിടെയായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, അവൾക്ക് വേറെ ഏതൊക്കെ അവിഹിതമുണ്ടെന്ന്. ഇത് കേട്ട ഫ്രണ്ട് നല്ലപോലെ ഒന്ന് പേടിക്കും. കാരണം ഇവൻ തന്നെയാണല്ലോ ആള്. ഫ്രണ്ട് ഹീറോയിനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറയും നിന്റെ ഭർത്താവ് എന്തൊക്കെയാണ് പറയുന്നതെന്നൊന്ന് കേട്ട് നോക്കാൻ. ഇത് കേൾക്കുമ്പം ഹീറോയിനെ ഒന്ന് പേടിക്കും. ഭർത്താവ് പറയും ഞാൻ എപ്പോൾ വിളിച്ചാലും അവൾ എടുക്കില്ല, ചോദിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയും. പക്ഷെ അതൊക്കെ കള്ളമാണ്, അവളിപ്പം നിന്റെ വീട്ടിലില്ലേ, നീ ഒന്ന് അവളെ വാച്ച് ചെയ്തോ, എന്നിട്ട് അവൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നൊന്ന് നോക്കിക്കോളാൻ പറയും. ആ ടൈമിലും ഹീറോ അവൻ്റെ ഫ്രണ്ടിനെ സംശയിച്ചിട്ടില്ലായിരുന്നു. ഫോൺ കട്ടായി കഴിയുമ്പം ഹീറോയിൻ പറയും ഇനി നമുക്കിത് നീട്ടിക്കൊണ്ട് പോകണ്ട, എനിക്ക് നല്ല പേടിയാകുന്നുണ്ട്, എല്ലാം പുള്ളിയോട് പറഞ്ഞേക്കാമെന്ന്. ഫ്രണ്ട് പറയും എല്ലാം ഒരു ആഗ്രഹത്തിൽ തുടങ്ങിയതായിരുന്നു, പക്ഷേ എനിക്കിപ്പോൾ അവനോട് പറയാൻ നല്ല പേടിയുണ്ട്, അവനെ ഫേസ് ചെയ്യാൻ തന്നെ പേടിയാണെന്ന്. അങ്ങനെ 2 പേരും എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ ഭർത്താവ് അങ്ങോട്ടേക്ക് വരും.
തനിയെ സംസാരിക്കണമെന്ന് പറഞ്ഞ് അവൻ ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ട് പോകും. ഭർത്താവ് പറയും അവൾക്ക് വേറെ ആരുമായിട്ട് റിലേഷൻ ഉണ്ട്, അവൾ എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുക, ഞാനാണെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ടുമുണ്ടെന്ന്. ഇത് കേട്ട ഫ്രണ്ട് ചോദിക്കും ഡിവോഴ്സിനെ പറ്റി എന്താ അഭിപ്രായമെന്ന്. ഭർത്താവ് ചോദിക്കും അങ്ങനെ അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ ആരാ നോക്കുക, അവളില്ലെങ്കിൽ മക്കൾ കഴിക്കത്ത് കൂടിയില്ല, ഞാനാണെങ്കിൽ വർക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് തിരക്കിൽ നടക്കുകയാണെന്ന്. ഫ്രണ്ട് പറയുമെങ്കിൽ നീ ഇതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, ഞാൻ അവളുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കാം, നീ പോയി കടുങ്ങയൊന്നും ചെയ്യാൻ നിൽക്കില്ലെന്ന്. ഭർത്താവിനാണെങ്കിലോ ഇവൾ അവനെ ഡൗട്ട് അടിക്കുന്ന കാര്യം അറിയില്ലെന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ അടുത്തേക്ക് പോയി ഒന്നും അറിയാത്തതുപോലെ നീ കഴിഞ്ഞിടയ്ക്ക് ഇറങ്ങിയ പടം കണ്ടോ, നല്ല അടിപൊളിയല്ലേ എന്നൊക്കെ ഫ്രണ്ടിനോട് ചോദിക്കും. ആ ടൈമിൽ ഹീറോയിൻ ഭർത്താവിനോട് പറയും നിങ്ങളോടൊന്ന് തനിയെ സംസാരിക്കണമെന്ന്. ഫ്രണ്ട് മുകളിലേക്ക് കയറി പോവുകയും ചെയ്യും. ഹീറോയിൻ ഭർത്താവിനോട് പറയും നിങ്ങളുടെ സംശയമൊക്കെ ശരിയാണ്, ഞാൻ ഒരാളുമായിട്ട് റിലേഷനാണ്, അത് വേറെ ആരുമല്ല നിങ്ങളുടെ ഫ്രണ്ട് തന്നെയാണെന്ന്. ഭർത്താവ് ഷോക്കായിട്ട് ചോദിക്കും ഏത് മുകളിൽ നിൽക്കുന്ന എൻ്റെ ഫ്രണ്ടോ? ഹീറോയിൻ പറയും അതെ അവൻ തന്നെ, നിങ്ങൾക്ക് ആവശ്യം ഒരു വൈഫിനെ അല്ലായിരുന്നു, നിങ്ങളുടെ കുട്ടികളെ നോക്കാൻ ഒരു അമ്മയെ മാത്രമായിരുന്നു, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പണവും വർക്കും എല്ലാമായിരുന്നു മുഖ്യം, സെക്ഷൽ ലൈഫ് നിങ്ങൾ ഇതുവരെ എന്നെ തൃപ്തിപ്പെടുത്തിയിട്ടില്ല, ഈ കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയണമെന്നാണ് ഓർത്തത്. ആ ടൈമിൽ നിങ്ങൾ ജോലിയുടെ കാര്യം നോക്കിപ്പോയി. അപ്പോഴാണ് ഞാൻ ഫ്രണ്ടിനെ കാണുന്നത് ഒരു പാർട്ടി വെച്ച്. പിന്നീട് അവനുമായിട്ട് റിലേഷനിലായി, നിങ്ങളുടെ അടുത്തുനിന്ന് കിട്ടാത്തെല്ലാം അവൻ്റെ അടുത്ത് നിന്ന് കിട്ടി, ഞങ്ങൾ 3 വർഷമായിട്ട് റിലേഷനിലാണെന്നും ഹീറോയിൻ പറയും. ഇതെല്ലാം കേട്ട ഹീറോ ആണെങ്കിലോ നല്ല വിഷമത്തോടെ കരയും. ആ ടൈമിൽ തന്നെ ഫ്രണ്ടും മുകളിൽ നിന്ന് ഇറങ്ങി വരും. ഇതൊന്നും അവനെ അറിയേണ്ടെന്ന് ഹീറോ ഓർക്കും. പെട്ടെന്ന് അവനോട് ചോദിക്കും നീ ഫുഡെല്ലാം ഓർഡർ ചെയ്തോ, എങ്കിൽ നമുക്ക് കഴിച്ചിട്ട് വേഗം കിടന്നുറങ്ങാമെന്ന്. രാത്രി കിടക്കാൻ നേരം ഭർത്താവിന് നല്ല കുറ്റബോധമായിരുന്നു. പുള്ളി ഹീറോയിനോട് പറയും നീ ഒരിക്കലും എന്നെ വിട്ടു പോകല്ല, നമുക്കൊരു മകളുള്ളതാണ്, വെറുതെ ഈ സൊസൈറ്റിയെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത്, പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു, സെക്ഷൽ ലൈഫിലുള്ള തൃപ്തിയെപ്പറ്റിയോ ഇതുപോലുള്ള കാര്യങ്ങളെപ്പറ്റിയോ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു, അതുകൊണ്ട് നമ്മുടെ മകളെ ഓർത്തെങ്കിലും നീ ഇവിടെ നിന്ന് പോകല്ലേ, വേണം ഒരു കാര്യം ചെയ്തോ, നീ വീക്കെൻഡ് മാത്രം അവൻ്റെ കൂടെ പൊക്കോളാൻ പറഞ്ഞ് ഭർത്താവ് കരയും. ഇത് കണ്ട ഹീറോയിന് നല്ല വിഷമാകും. പുള്ളിക്ക് ഈ കാര്യങ്ങളെല്ലാം പിടികിട്ടിയെന്നുള്ള കാര്യം ഹീറോയിന് മനസ്സിലാകും. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവരൊരു പുതിയ ലൈഫ് തുടങ്ങാനായിട്ട് തീരുമാനിക്കും. ഭർത്താവ് ഹീറോയിനോട് പറയും ഞാൻ അറിഞ്ഞ കാര്യം ഇനി ഒരിക്കലും ഫ്രണ്ട് അറിയണ്ടെന്ന്. പക്ഷെ അവിടെ നിന്ന് പോകാൻ നേരം ഹീറോയിൻ ഫ്രണ്ടിനെ അവസാനമായിട്ട് കാണും. എന്നിട്ട് അവനോട് പറയും നിനക്കറിയാമോ ഇന്നലെ എല്ലാ കാര്യവും ഞാൻ ഭർത്താവിനോട് പറഞ്ഞു, നമ്മൾ തമ്മിലുള്ള റിലേഷനും കാര്യങ്ങളുമെല്ലാം, അതുകൊണ്ട് നമുക്ക് ഇതോടെ എല്ലാം നിർത്താം, ഇനി നമ്മൾ ഒരിക്കലും കാണില്ലെന്ന് അവൾ ഫ്രണ്ടിനോട് പറയും. അങ്ങനെ അവിടുന്ന് ഹീറോയിൻ വന്ന് കാറിലേക്ക് കയറും. അവൾ ഭർത്താവിനോട് പറയും നിങ്ങൾ പറഞ്ഞ പോലെ എൻ്റെ ഫ്രണ്ട് ഒന്നും അറിഞ്ഞിട്ടില്ല, ഞാനൊന്നും പറഞ്ഞിട്ടുമില്ലെന്ന്. ഇത് കേൾക്കുമ്പം ഭർത്താവും ഹാപ്പിയാവും. കാരണം പുള്ളിയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇതായിരുന്നു, ഫ്രണ്ടിനെ ഇവരെ ഒരിക്കലും കാണാത്തത് കൊണ്ടും ഭർത്താവിനെ ഫേസ് ചെയ്യാൻ മടിയായതുകൊണ്ടും ഫ്രണ്ട് അറിഞ്ഞ കാര്യം ഒരിക്കലും ഭർത്താവ് അറിയത്തുമില്ല. അങ്ങനെ ഇവർ എല്ലാം കാര്യം സെറ്റാകും. അങ്ങനെ അവിടുന്ന് കാർ എടുത്ത് പോകുമ്പം ഹീറോയിൻ ചെറുതായിട്ടൊന്ന് സ്മൈൽ ചെയ്യും. ഇതോടെ ഈ കഥയും ഇവിടെ തീരും. അപ്പോൾ ഈ പാർട്ടിയിലെ 2 കഥയിൽ നിന്നും പെണ്ണുങ്ങളുടെ 2 അവസ്ഥകളാണ് കാണിക്കുന്നത്. അതെന്താണെന്ന് നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ മൂവിയുടെ 4ാമത്തെ കഥ നമ്മൾ അടുത്ത വീഡിയോയിൽ ഉറപ്പായിട്ട് ചെയ്യുന്നതാണ്.